ആമേൻ പറഞ്ഞാട്ടെ. അവൻ നിന്നെ കാത്തില്ലയോ? നിന്റെ ആവശ്യങ്ങൾക്കപ്പുറമായി നിനക്ക് വേണ്ടി ചെയ്തില്ലയോ? നീ ഓർക്കാത്ത വഴികൾ നിനക്ക് വേണ്ടി ദൈവം തുറന്നില്ലയോ? ആരും കാണാത്ത ചില കാര്യങ്ങൾ നമ്മളെ കാണിച്ചില്ലേ? അവൻ നമ്മൾക്ക് വേണ്ടി ചെയ്ത നന്മകളെ നമ്മൾ എത്ര വർണ്ണിച്ചാലും പോരാ. ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. വചനത്തിൽ പറയുന്നു, ഇന്നും എന്നേക്കും അവൻ അനന്യനാണ്. ഹല്ലേലൂയ. എൻ്റെ യേശു ഇന്നും എന്നേക്കും അനന്യനാണ്. ഹല്ലേലൂയ. അന്യനല്ല കർത്താവ്. ഇന്നും എന്നും എന്നെന്നും ഈ ദൈവം നമ്മുടെ ദൈവമത്രേ. മാറില്ല, അവൻ മാറിപ്പോകില്ല ഒരു നാളും. ഇന്നും എന്നും എന്നെന്നും ഈ ദൈവം നമ്മുടെ ദൈവമത്രേ. മാറില്ല, അവൻ മാറിപ്പോകില്ല ഒരു നാളും. തിരിയുകില്ല. ആമേൻ, 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 ആമേൻ. ഈ വർഷം കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വേർഡ്, ആ വേർഡാണ് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കരുതുന്ന ദൈവം. ഹല്ലേലൂയ. നമ്മളെ കരുതുന്ന ദൈവം യഹോവ ഈരേ. ഈ വർഷം നമ്മളെ കർത്താവ് കരുതും. ഈ വർഷം നമ്മളെ കർത്താവ് നടത്തും. ഈ വർഷം കർത്താവ് നമ്മളെ ഉപയോഗിക്കും. ദൈവവും നമ്മളും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിൽ ആരംഭത്തിലോ ഇടക്കാലത്തിലോ അല്പം ദുഃഖം വന്നു പോയെങ്കിൽ തിരിഞ്ഞു പോകരുത്. അല്പം പ്രയാസം വന്നു പോയെങ്കിൽ പുറമോട്ട് നോക്കരുത്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. അവൻ നിന്നോട് ഒരിക്കൽ ഉവ്വെന്ന് പറഞ്ഞാൽ അത് ഉവ്വെന്ന് മാത്രമാണ്. കാരണം പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നാൽ ഹല്ലേലൂയ, നിന്നെ വിളിച്ചൊരു ദൈവമുണ്ട്. അവൻ വിശ്വസ്തനാണ്. അവൻ നിന്നെ നടത്തിക്കൊള്ളും. അവൻ നിന്നെ ഉയർത്തിക്കൊള്ളും. അവൻ നിന്റെ ആവശ്യങ്ങളെ അറിഞ്ഞ് അവൻ നിന്നെ കരുതുന്ന ഒരു ദൈവമായതുകൊണ്ട് അവൻ നിന്നെ ഹല്ലേലൂയ ഏത് മരുഭൂമിയുടെ അവസ്ഥ വന്നാലും അവൻ നിന്നെ നടത്തുവാൻ മതിയായവനാണ്. 2024 ശ്രേഷ്ഠകരമായ കർത്താവ് നടത്തി, അതിശയകരമായ കർത്താവ് നടത്തി. എല്ലാ വഴികളിലും കർത്താവിൻ്റെ കൃപ കൂടുന്നു. സകലതും കർത്താവ് തക്ക സമയത്ത് സമൃദ്ധിയായി എല്ലാ കാര്യങ്ങളും ദൈവത്തിന് വചനം പറയുന്നത് പോലെ എല്ലായ്പ്പോഴും എല്ലാ കാലത്തും എല്ലാ സമയത്തും എല്ലാറ്റിലും സമൃദ്ധമായി കർത്താവ് നടത്തി. ഒന്ന് മാത്രമേ അടിയൻ ഇന്നിവിടെ പറയുന്നുള്ളൂ. പാട്ടുകാരൻ പറയുന്ന പോലെ, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. അവൻ മാറിയില്ല, അവൻ എന്നെ മറന്നില്ല, അവൻ എന്നെ കൈവിട്ടില്ല. പോറ്റി പുലർത്തി ഓരോ ദിവസവും എന്നെ മാത്രമല്ല, എൻ്റെ കുടുംബത്തെ, എൻ്റെ കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എൻ്റെ സഭയിലുള്ള എൻ്റെ സഹോദരങ്ങളെ, നമ്മളെ എല്ലാവരെയും വിടുതലിൻ്റെ ഒരു വർഷമാക്കി 2024 തീർത്ത് സൗഖ്യത്തോടെ സമാധാനത്തോടെ ഈ പുതിയ വർഷത്തിൽ കൊണ്ടുവന്ന ദൈവത്തിന് നന്ദി പറയുന്നു. വചനത്തിൽ പറയുന്നത് പോലെ ഒരു മുടി കൊഴിയുന്നത് പോലും അറിയുന്ന ഒരു നല്ല കർത്താവ് അവൾക്ക് ആരോഗ്യത്തോടെ നിർത്തുവാൻ ഇടയാക്കി. കൃപയ്ക്കായി സ്തോത്രം. എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ മാനുവൽ ലൈസൻസ് കിട്ടുവാനിടയായി. ലൈസൻസ് തന്നെങ്കിൽ എനിക്ക് കാറും തരും. നല്ലൊരു കാറ് കർത്താവ് തന്നു. ഈ രാജ്യത്തിൽ 60 വയസ്സ് കഴിഞ്ഞെങ്കിൽ റെസിഡൻസ് വിസ കിട്ടുവാൻ എത്ര ബുദ്ധിമുട്ടെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ എൻ്റെ മമ്മിക്ക് അത്ഭുതകരമായ റെസിഡൻസ് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുവാനിടയായി. ദൈവം അവിടെയും ഒരു അത്ഭുതം ചെയ്തു. ഞങ്ങൾക്ക് മുഴുവൻ ഈ രാജ്യത്തിൽ നിൽക്കുവാനിടയാക്കി.